ഹലോ, ഫോണും കിട്ടുന്നില്ലല്ലോ. കസേരയിൽ നിന്ന് പുറച്ചപ്പോ ഒന്ന് താഴെ കിടക്കണം തോന്നി. നല്ല സുഖമുണ്ടല്ലേ? തണുത്ത തറ. സർ സർ ഞാൻ സർ എന്താ സാറേന്ന് വിളിച്ച് പഠിക്കണോ? ഞാൻ അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. നിങ്ങളെ പോലെ എടാപ്പോടാന്നൊന്നും വിളിക്കാറില്ലല്ലോ. വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് പാർവതി വിവേകം കൂടി എന്നോട് വന്ന് സംസാരിക്കാൻ പറഞ്ഞതാ. എന്നാ പിന്നെ അവരെഴുതി തന്ന ഡയലോഗ്സ് വൃത്തിയായി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ. എന്തിനാ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ ടെൻഷൻ ആവുന്നത്? ചെറിയ പ്രശ്നങ്ങളല്ല, അതൊക്കെ വേണ്ടപ്പെട്ടവരോട് കൂടി പറഞ്ഞൂടെ? വേണ്ടപ്പെട്ടവരൊക്കെ ആരാന്നാ ഇപ്പൊ എന്റെ സംശയം. ചിലപ്പോ തോന്നും ആരും വേണ്ടപ്പെട്ടവരല്ലെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടത്? വിവേക് ഉറപ്പിച്ച ഡീൽ ഇന്ന് നടത്തണം. എന്നാ അവരോട് ചെന്ന് പറഞ്ഞേക്ക് ഞാൻ എല്ലാം മതിയാക്കി. എനിക്ക് വയ്യ ഇത്രയും ഭാരം താങ്ങാൻ. നിങ്ങൾ എല്ലാരും ചേർന്ന് അങ്ങ് നടത്തിയാൽ മതി. ഇനി അതിലാർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകുന്നതിലും എനിക്ക് വിരോധമില്ല. നിന്റെ കാര്യം കൂടി ചേർത്താ പറഞ്ഞത്. എന്നെ അന്വേഷിച്ച് ഇനി ആരും എങ്ങും വരണ്ട. എക്സ്ക്യൂസ് മീ സാർ, എന്താ എടുക്കണ്ടേ? കുടിച്ച ഉടനെ ബോധം പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ. ഓക്കെ സാർ. സുരേഷ് സാർ, നമ്മുടെ സ്ഥിരം ബ്രാൻഡ് തന്നെ എടുത്തോ. മുളകെ കുറുക വേണ്ട, ചീകി നീളത്തിലിടണം. ഓ പെട്ടെന്നല്ലേ. മൊബൈൽ വെച്ച് മറന്നു. ഞാൻ മൂത്രമൊഴിക്കാൻ പോയതാ. ഓ, ഒരു മൊബൈൽ പോക്കറ്റിൽ കിടന്നെന്ന് പറഞ്ഞാൽ അതിന് തടസ്സമൊന്നുമില്ലല്ലോ. മാത്രമല്ല, ഇതൊക്കെ ആരെങ്കിലും അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പണിയാവും. പോലീസിലാണേ SI പവന്. ഹലോ ഹലോ, മൂത്രം ഒഴിക്കുന്നില്ലേ? ഒഴിച്ചു. എവിടെ? അല്ല, ഒഴിച്ച പോലെ ഒഴിച്ചോളാം. ആ, ജോസഫേ, താനേ ഇതായിരിക്കുന്ന സാറിനെ എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അതാ ഞാനും ആലോചിച്ച്. കണ്ടിട്ടുണ്ട്. എന്നാ പറ, എവിടെ വെച്ചാ? ഏതോ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട. പറ്റേ, തൻ്റെ ഓർമ്മശക്തി ഞാനൊന്ന് പരിശോധിക്കട്ടെ. സാറേ, ഒരു ദിവസം രാത്രി ഒരു പഴയ അംബാസഡർ കാരനകത്ത്. ബാക്കി ഞാൻ പറയാം. സമ്മതിക്കത്തില്ല. ഒളിഞ്ഞ കാറുകൾ കിടന്ന സ്ഥലത്തൊരുത്ത കുത്തിയിരുന്ന് മൂത്രം ഒഴിച്ച അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളാന്നോ? ഒന്ന് പോടോ മത്തപത്തി. ഇതാരാന്നറിയാവോ? കന്നഡ സിനിമയിൽ രാമകൃഷ്ണ ഹെഗ്ഡെ എന്ന് പറഞ്ഞൊരു നടനുണ്ട്. പുള്ളിയെ പോലെ ഇല്ലേന്ന് നോക്കിയേ. രാമകൃഷ്ണ ഹെഗ്ഡെ രാഷ്ട്രീയക്കാരനല്ലേ? അവിടെ രാഷ്ട്രീയവും സിനിമയൊക്കെ ഒന്ന് തന്നെയാണോ? പക്ഷെ അതല്ല സാറേ. സാറ് ചുമ്മാ ചെന്ന് ചോദിച്ചേ. ആ, ഭാഗ്യം അയാൾ പോയി. അല്ലെങ്കിൽ താൻ പറഞ്ഞത് കേട്ട് ഞാൻ പോയി ചോദിച്ചേനെ. അയാൾ വല്ല മന്ത്രിയുടെ അളിയനോ മച്ചാനോ ഒക്കെ ആണെങ്കിൽ ഞാൻ വല്ല കാട്ടിലും പോയി കിടക്കേണ്ട വന്നേനെ. മണിരത്നം പുതിയ പടം എടുക്കുന്നു. തൃഷയാണ് ഹീറോയിൻ. ന്യൂ ഫേസ് അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ട് നീ പോയി കണ്ടാ മതി. വളരെ വളരെ മുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്കട്ടെ സാർ? എടുക്ക്. നല്ല ടേസ്റ്റാ സാർ.